അതൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റാണിത്. ഈ ഒരു മത്സരം പ്രതീക്ഷിച്ചായിരുന്നു ഇവിടെ വന്നപ്പോൾ? അങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര ആൾക്കാർ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ചൂണ്ടയിടൽ മത്സരം ഒന്ന് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ചൂണ്ടയിടൽ മത്സരം കുറേ ആൾക്കാർ വന്നു കൂടും, അവർ മീൻ പിടും. പക്ഷേ ഇതിൽ വളരെ ഫിഷിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരല്ലേ വന്നിരിക്കുന്നത്. കാരണം പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ വരെ വന്നിട്ടുണ്ട് ഇതിനകത്ത് മീൻ പിടിക്കാൻ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ട്, ഒരു ഫിഷിംഗ് സ്പിരിറ്റ് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കാണാം ആരാണ് ജയിക്കുന്നത്. അല്ല, നേരത്തെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു മത്സരം കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചൂണ്ടയിടൽ മത്സരം. യെസ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഇത് ഒരു ഡീപ്പ് വാട്ടർ ഫിഷിംഗ് അല്ലല്ലോ. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉപരിതലത്തിലിട്ടിട്ട് ഈ കൂടുതൽ പിടിക്കുന്നത് ഈ പള്ളത്തിയാണ് പിടിക്കുന്നത്. പിന്നെ അതിലേറ്റവും കൂടുതൽ പള്ളത്തിയെ പിടിച്ച ആർക്കാണോ അതായിരിക്കും അവർ കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അല്ല, ഇതിനകത്ത് ഇത് കരിമീനൊക്കെ ഉണ്ട്. ഇതിനകത്ത് കരിമീനുണ്ടല്ലോ, ഈ ചൂണ്ടയിൽ അത് ഉടക്കത്തില്ല. കരിമീനൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ചൂണ്ട, എല്ലാവർക്കും നോർമൽ ചൂണ്ടയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സാധാരണഗതിയിൽ ഉടക്കുന്നതൊക്കെ ഈ പള്ളത്തി അതുപോലുള്ള ചെറിയ പരൽ ഇതൊക്കെ ഉടക്കും. അല്ലാതെ കാരണം വലിയ വലിയ ചൂണ്ടകളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സംഘാടകർ എല്ലാവർക്കും ഒരേ കോമൺ മാനദണ്ഡമല്ലേ? അത് തന്നെ, ഒരു മാനദണ്ഡമാണ്. ഒരു കോമ്പറ്റീഷൻ ഓരോ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ചായിരിക്കും അത് അവർ നിയന്ത്രിക്കുന്നത്. എല്ലാവരും ഈക്വലാണ്. ഇവരുടെ അതിന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ സ്പിരിറ്റാണ്. അതായത് ഓണത്തിൻ്റെ ഒരു മൂഡ് അതിലവർ കണ്ടെത്തിയ ഈ രീതി ഇപ്പോൾ തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരും വർഷങ്ങളിലൊക്കെ കുറച്ചുകൂടെ വിശാലമാകും തോന്നുന്നു. വേറെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആഴിക്കടലല്ലാത്ത ഈ ജലാശയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒരു കാലത്ത് വള്ളംകളി വന്നതുപോലെ ഇതും ചെറിയ രീതിയിൽ. ഞാൻ കൂടുതലായിട്ട് പറയത്തില്ല അങ്ങനെ വലിയൊരു മാസീവായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന്, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ചെറിയ രീതിയിൽ അവിടെ എവിടെയൊക്കെ ഇതുണ്ടാകും. ഇതൊരു തുടക്കമാണ്. അല്ല, ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് വാട്സപ്പിലോ സോഷ്യൽ ഫേസ്ബുക്കിലോ കൊടുത്തതിൻ്റെ ആൾക്കാർ 60-70 പേരുള്ള മത്സരത്തിന് തന്നെ വന്നിട്ടുണ്ട് ഒരു ടീമായിട്ട്. ഇത് പറഞ്ഞു കേട്ടില്ലേ, ഇത് അവരൊരു അതിന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ മൂഡ് അല്ലാതെ തന്നെ ഇവർക്ക് മീൻ പിടുത്തം അവർക്കൊരു അതിന് പറയുന്നത് ഒരു പ്രത്യേക ആകർഷണമാണ്. മീൻ പിടിക്കാൻ എല്ലാവർക്കും മീൻ പിടിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ചൂണ്ടയിൽ മീൻ പിടിക്കാൻ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ അവരിവിടുന്ന് വേറെ കാറിൽ പോയി മീൻ പിടിക്കും. ചിലപ്പോൾ ബൈക്കിൽ പോയി വേറെ 10-30 കിലോമീറ്റർ അകലെയുള്ള വേറെ ആറ്റിൽ പോയി മീൻ പിടിക്കും. അവർക്ക് അങ്ങനെയുള്ള ആ ഒരു സ്പിരിറ്റ് ഉള്ളവർ പോയി പിടിക്കും. അതായത് അവർക്ക് അതിനോടുള്ള ഒരു അത്യുത്സാഹമുള്ളവർ ആ രീതിയിൽ പോയിട്ട് മീൻ പിടിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ശുദ്ധമായ മത്സ്യങ്ങൾ വരെ ആൾക്കാർ വന്ന് മേടിച്ചിട്ടുണ്ട് പോകുന്നതാണ് പറയുന്നത്. കാരണം ഇവിടെ മീൻ പിടിക്കുന്ന ഒരു സമൂഹം ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന സമൂഹമുണ്ട്. അവരുടെ ഇന്ന് സ്ഥിരമായിട്ട് മീൻ മേടിക്കാൻ ആൾക്കാരുമുണ്ട്. ആറ്റുമീനല്ലേ, ആറ്റുമീനിപ്പോൾ മുമ്പ് ചോദിച്ചായിരുന്നു ഒരാളോട്. അദ്ദേഹം സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന 5-6 കിലോ മീൻ കിട്ടും. ഒരു കിലോ മീൻ 200 രൂപ വെച്ച് അദ്ദേഹം വിൽക്കും. അതിനകത്ത് ആരകനുണ്ടായിരിക്കും, മുശി ഉണ്ടായിരിക്കും, ചിലപ്പം കട്ടള കാണും, ചിലപ്പം രഘു കാണും, ചിലപ്പം പള്ളത്തി അതുപോലുള്ള. അല്ല, 20 കിലോ മീൻ വരെ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 20 കിലോ മീൻ എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന കട്ടളയുടെ കുറിച്ചാണ് അവർ പറയുന്നത്. കട്ടള, രഘു അതൊക്കെ കൊണ്ടുവന്ന ഫിഷറീസ് ഇവിടെ ഇടുന്ന അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. അത് വളർന്ന് വലുതായിട്ട് വരുന്നതാണ് ഈ പറയുന്ന 20 കിലോയുടെ മീനെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഫിഷറീസ് അങ്ങനെ മീൻ ഇടുന്നില്ലെന്നല്ല മത്സ്യത്തൊഴിലാളികളുടെ പരാതികൾ. അതുകൊണ്ടാണ് ഈ പറയുന്ന സൈഡിലൊന്നും പെരുങ്കൂടൊന്നും ഇടാൻ അവർ സമ്മതിക്കാത്തത്. ഈ പെരുങ്കൂടുകളൊക്കെ അവരിടുന്നത് എടുപ്പിക്കും. കാരണം ഇങ്ങനെയുള്ള ഈ മത്സ്യങ്ങൾ വന്ന് കൂട്ടായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ചിലപ്പം കയറും. ഇപ്പം ഞാൻ പറഞ്ഞ കേട്ടില്ലേ, നമ്മൾ ഇപ്പോൾ ഒരുപാട് പണ്ടൊക്കെ നമ്മുടെ സമയത്ത് ഈ ചൂണ്ടകളെന്നൊക്കെ പറഞ്ഞാൽ പൊങ്ങ കെട്ടിയിടുന്ന ചൂണ്ടകളാണ്. ഇന്നത്തെ ചൂണ്ടകളെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള സ്റ്റിക്കുകളാണ്. 5000 തൊട്ട് 3000 തൊട്ട് 15000 20000 രൂപ വരെയുള്ള സ്റ്റിക്കുകളുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റിക്കുകളുണ്ട്, ചൈനയുടെ സ്റ്റിക്കുകളുണ്ട്. അത് നമുക്ക് പല പല ഷോപ്പുകൾ വരെയുണ്ട്. അപ്പം അത്രയും നല്ല ചൂണ്ടകളും അതിനൊക്കെ സ്റ്റിക്കുകളും വിലയുള്ളത് ഉണ്ട്. അപ്പോൾ അതിൽ അവർക്ക് മീൻ പിടിക്കാനുള്ള ഒരുപാട് ട്രിക്സ് അവർ പഠിച്ചിട്ടുണ്ട്. പുതിയ ആശയങ്ങളാണ് അവർ മീൻ പിടിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. പുതിയ തീറ്റകൾ, പുതിയ ചൂണ്ടകൾ, പുതിയ സ്റ്റിക്കുകൾ, പുതിയ പ്രദേശങ്ങളിലും പല മോഡിലാണ് അവർ ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ കൊച്ചുകുട്ടികൾ മത്സരിക്കുന്ന ഓർക്കണം. അതവരുടെ പിതാക്കന്മാർ കാണിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ മകനായിരിക്കുമല്ലോ. അപ്പം തീർച്ചയായിട്ടും മകന് ഓട്ടോമാറ്റിക്കലി അതിനൊരു ഇൻട്രസ്റ്റ് കാണും. അച്ഛൻ്റെ കൂടെ വരുന്നതായിരിക്കും കൊച്ചുകുട്ടികൾ മീൻ പിടിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ പല കുട്ടികൾക്കും ചിലപ്പോൾ നീന്തറിയത്തില്ലായിരിക്കും. നീന്തറിയാത്തത് വളരെ അപകടകരമായ കാര്യമാണ്. മീൻ പിടുത്തം നല്ലത്, പക്ഷേ നീന്തോട് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതായിരിക്കും. എങ്ങനെ ജനറേഷനല്ലേ, സ്ത്രീകൾക്ക് എന്തുമാകും എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് മീൻ പിടിച്ചുകൂടാ? ആ സ്പിരിറ്റിൽ അവർ വരുന്നു, അവർ മീൻ പിടിക്കുന്നു. ഭംഗിയുണ്ടല്ലേ, പ്രകൃതി സൗന്ദര്യം നന്നായിട്ടുണ്ടല്ലേ? അബ്സല്യൂട്ട്ലി, നല്ല രീതിയിൽ ഭംഗിയുണ്ട്. നല്ല സംഘാടകരെ അഭിനന്ദിക്കണ്ടേ, ജോയിസ് കൊറ്റത്തിലെ പോലുള്ള ആൾക്കാരെ? തീർച്ചയായിട്ടും സംഘാടകരെ, അതൊരു പുതിയ ഉദ്യമമാണ്. അദ്ദേഹത്തെ മുക്തകൊണ്ടും ഞാൻ പ്രശംസിക്കുന്നു. ജോയിസ് കൊറ്റത്തിലെ ഞാൻ പ്രശംസിക്കുന്നു. വീണ്ടും അടുത്ത കൊല്ലം ഇതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ അദ്ദേഹത്തിന് നടത്താൻ കഴിയട്ടെ. ഇവിടുത്തെ ഈ
സമൂഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതായത് ഈ അറമന്നൂരിലെ മൂഴിക്കടവ് എന്ന സ്ഥലത്ത് ഇത്രയും മനോഹരമായ പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർ, INTUC-യുടെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ സംഘാടകർ, ജോയ്സ് കൊറ്റത്തില്, അതുപോലെ തന്നെ ജസ്റ്റിന്, അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ജസ്റ്റിനെ, ജോയ്സ് കൊറ്റത്തിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ അവർ ഇതിനൊരു ഉദ്യമം എടുത്തല്ലോ, പുതിയതായിട്ടൊരു ഉദ്യമമാണ്. അത് അവർക്ക് ഇത്രയും വിജയിപ്പിക്കാൻ അവർക്ക് പറ്റി. അതുകൊണ്ട് INTUC-യുടെ ഈ ഫിഷർമാൻ ഈ സൊസൈറ്റിയെ ഞാൻ അഭിനന്ദിക്കുക. ജോയ്സ് കൊറ്റത്തിൽ ഇവിടുത്തെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. ജോയ്സ് കൊറ്റത്തിൽ പിന്നെ ഫാദർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ജോയ്സ് കൊറ്റത്തിന്റെ ഫാദർ നേരത്തെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇവരൊക്കെ വളരെ സജീവമായിട്ട് എപ്പോഴും ഇവിടെയുണ്ട്. അവരതിനെ ആകർഷിച്ചിട്ട് പല രീതിയിൽ അവർ മീൻ പിടിക്കും. അല്ല, ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് വാട്സപ്പിലോ സോഷ്യൽ ഫേസ്ബുക്കിലോ കൊടുത്തതിൻ്റെ ആൾക്കാർ എൻ്റെ 10-60-70 പേരുള്ള മത്സരത്തിന് തന്നെ വന്നിട്ടുണ്ട് ഒരു ടീമായിട്ട്. ഇത് പറഞ്ഞു കേട്ടില്ലേ, ഇത് അവരൊരു എന്തോ അതിന് പറയുന്നത്, ഒരു കോമ്പറ്റീഷൻ മൂഡ് അല്ലാതെ തന്നെ ഇവർക്ക് മീൻ പിടുത്തം അവർക്കൊരു എന്തോ അതിന് പറയുന്നത് ഒരു പ്രത്യേക ആകർഷണമാണ്. മീൻ പിടിക്കാൻ എല്ലാവർക്കും മീൻ പിടിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ചൂണ്ട മീൻ പിടിക്കാൻ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ അവരിവിടുന്ന് വേറെ കാറിൽ പോയി മീൻ പിടിക്കും, ചിലപ്പോൾ ബൈക്കിൽ പോയി വേറെ 10-30 കിലോമീറ്റർ അകലെയുള്ള വേറെ ആറ്റിൽ പോയി മീൻ പിടിക്കും. അവർക്ക് അങ്ങനെയുള്ള ആ ഒരു സ്പിരിറ്റ് ഉള്ളവർ പോയി പിടിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.